60+ അറ്റ് ബ്രിജി കേറ്റിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് വെജിറ്റബിളൊക്കെ തിന്നാത്ത നമ്മുടെ ഗ്രാൻഡ് ചിൽഡ്രന് വെജിറ്റബിൾ സ്റ്റഫ് ചെയ്തിട്ടുള്ള ഒരു ചപ്പാത്തി റോളാണ് ഉണ്ടാക്കുന്നത്. സ്കൂളിൽ കൊണ്ടുപോകാനും പറ്റും. ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എന്ന് വെച്ചാൽ മത്തങ്ങയും കുമ്പളങ്ങയൊന്നും എടുക്കരുത്. മറ്റുള്ള വെജിറ്റബിൾസ് ലെറ്റ്യൂസും അതൊക്കെ ചേർത്താൽ കുട്ടികൾക്ക് ഇപ്പോൾ ഇതിൽ കാണിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം. പിന്നെ അതിൻ്റെ കൂടെ ചില സോസുകൾ ഉണ്ടെങ്കിൽ നന്നായി എൻ്റെ ടേസ്റ്റിന് ആഡഡ് ടേസ്റ്റ് ഉണ്ടാക്കാനായിട്ട് മയണൈസ് സോസ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ വെച്ച് ചൂടാകുമ്പോൾ അതിൽ കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണയോ ഗീയോ എന്തെങ്കിലും കുറച്ച് മതി. എന്നിട്ട് ഒരു കുറച്ച് ഉള്ളി ഇടാം. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇടാം. പക്ഷെ അതിനൊരു ആഡഡ് ഫ്ലേവർ കിട്ടും. അപ്പോൾ പേസ്റ്റ് ഇട്ട് നന്നായിട്ട് കഴുകി വെള്ളം കളഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾ നമ്മൾ അരിഞ്ഞത്. വെജിറ്റബിൾ അരിഞ്ഞവരും വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ശരി. എനിക്കൊരു കട്ടറുണ്ട്, ഒരു ഫുഡ് പ്രോസസ്സറിലൊരു വെജിറ്റബിൾ കട്ടറുള്ളതുകൊണ്ട് ഞാൻ അരിഞ്ഞു. എല്ലാം കുറച്ച് അരിഞ്ഞാൽ മതി. ഒരു അത്രയും അരിയുമ്പോഴേക്കും തന്നെ കുറേ അധികമാവും. അതിൽ കുറച്ച് ഉപ്പും മഞ്ഞളിട്ട് നന്നായിട്ട് മൂടി വയ്ക്കുക. വെള്ളം ഒഴിക്കണ്ട കേട്ടോ. ഒട്ടും വെള്ളമില്ലാന്ന് തോന്നുകയാണെങ്കിൽ ഇങ്ങനെ ഇളക്കുമ്പോൾ ഒട്ടും വെള്ളമില്ലാന്ന് തോന്നുകയാണെങ്കിൽ 2-3 സ്പൂൺ വെള്ളം ഒഴിക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല. നന്നായിട്ട് വെള്ളം വറ്റി വെന്തു. ഇപ്പം നമ്മളിനി ഇതിനകത്ത് അതിലിപ്പോൾ ഒന്നും ചേർത്തിട്ടില്ല, മുളകും അങ്ങനെയൊന്നും ചേർത്തിട്ടില്ല, എരിവൊന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് ചില്ലി സോസ് ഒഴിച്ചു. ഒരുപാടല്ല, കുറച്ച് ചില്ലി സോസ്. എല്ലാം ഇങ്ങനെ നടുവിൽ മാറ്റിയിട്ട് ഒഴിച്ചാൽ മതി. കുറച്ച് ചില്ലി സോസ് ഒഴിച്ചു. പിന്നെ കുറച്ച് സോയാ സോസാണ് ഒഴിക്കുന്നത്. സോയാ സോസ് ഒഴിച്ചു. അപ്പോൾ അത് ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് മധുരമിടും. കുറച്ച് പഞ്ചസാര അതിനകത്തിട്ടു. പിന്നെ കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു. ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. അത് കഴിഞ്ഞിട്ട് നമ്മളിത് തണുത്ത് കഴിയുമ്പോൾ, ഇപ്പോൾ നമ്മളിത് ഓണിലാണ് ഇരിക്കുന്നത്, അത് കഴിഞ്ഞ് തണുത്ത് കഴിയുമ്പോൾ ഇപ്പം എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. അപ്പോൾ ഈ സോയാ സോസ് ഉള്ളതുകൊണ്ട് ഉപ്പ് പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരുപാട് ഉപ്പാവരുത്. നന്നായി ഇളക്കിയിട്ട് തണുത്തതിന് ശേഷം കുറച്ച് മയണൈസ് സോസ് ചേർക്കണം. പാത്രത്തിലേക്ക് പറ്റി സാലഡ് ഡ്രസ്സിങ് എല്ലാം ഓപ്ഷണലാണ് കേട്ടോ. വേണമെങ്കിൽ ചെയ്താൽ മതി, വേണമെങ്കിൽ ഇട്ടാൽ മതി. പിന്നെ മയണൈസ് സോസും കുറച്ച് നമുക്ക് ചപ്പാത്തിയിൽ പുരട്ടാം. അതേപോലെ തന്നെ ഇതിപ്പോൾ വീട്ടിൽ നിന്ന് കഴിക്കുകയാണെങ്കിൽ ചപ്പാത്തിയിൽ പുരട്ടി കൊടുക്കാം. പക്ഷേ ചിലപ്പോൾ സ്കൂളിൽ വലുതോ ചെറുതോ ഉണ്ടാക്കാം. അതിൽ കുറച്ച് എന്നിട്ട് മയണൈസ് സോസ് അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് വീട്ടിൽ കഴിക്കാൻ കൊടുക്കുകയാണെങ്കിൽ, സ്കൂളിലേക്കാണെങ്കിൽ മയണൈസ് സോസ് അപ്ലൈ ചെയ്യരുത്, അതിൽ സോഗി ആയി പോകും. എന്നിട്ട് നന്നായിട്ട് വെജിറ്റബിൾ ഇടുക. നന്നായിട്ട് വെജിറ്റബിൾ അതിനകത്ത് ഇട്ടിട്ട് പതുക്കെ അതൊന്ന് ഇങ്ങനെ ഫസ്റ്റ് റോള് കഴിയുമ്പോൾ ഈ സൈഡ് ഇങ്ങനെ മടക്കണം, അല്ലെങ്കിൽ അത് വീണ് പോവും. ഇങ്ങനെ സൈഡ് മടക്കിയിട്ട് പിന്നെ അടുത്ത് റോൾ ചെയ്തിട്ട് പിന്നെ നമുക്ക് ബട്ടർ പേപ്പർ വെച്ചിട്ട് റോൾ ചെയ്ത് അടിമടക്കി ഇപ്പോൾ ഇവിടെ തന്നെ കഴിക്കാനാണെങ്കിൽ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ സ്കൂളിലേക്കാണെങ്കിൽ ഇങ്ങനെ